നമസ്കാരം. RVS Maths അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ S4ന്റെ ബാക്കി പോർഷനാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തത്? S4ലെ ഏതൊക്കെ ബ്രാഞ്ചിനാണ് പ്രോബബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ പ്രോബബിലിറ്റിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് മോഡ്യൂളിന്റെ പേര് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്തായിരുന്നു? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് റാൻഡം വേരിയബിൾ എന്താണെന്ന് പഠിച്ചു അല്ലേ? റാൻഡം വേരിയബിൾ രണ്ട് ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കഥ ഒന്നും ഓർമ്മയില്ല, മനസ്സിലായില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട. ആകെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ത് മാത്രമാണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റും. x = 0, 1, 2 എന്ന് ഓരോരുത്തരെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞ് എണ്ണാൻ പറ്റുന്ന തരത്തിലായിരിക്കുള്ള റാൻഡം വേരിയബിൾ ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ എന്താണ്, ആ PMF എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം പറഞ്ഞത്. അതായത് x എന്ന് പറഞ്ഞ് റാൻഡം വേരിയബിൾ എഴുതിയിട്ട് താഴെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു സ്ട്രക്ചറിൽ എഴുതുന്നതിന് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതുന്നു പറഞ്ഞു. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതെന്താ? പ്രോബബിലിറ്റിയുടെ സം എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം വെച്ചിട്ട് ഒരു പ്രോബ്ലം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു. പ്രോബ്ലം തീർന്നിട്ടില്ല, ഫോർമുലയും തീർന്നിട്ടില്ല. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് എന്തൊക്കെ ഫോർമുല വരും. അതായത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മീൻ, വേരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറയും. അത് ഞാൻ വീഡിയോയിൽ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ ഫോർമുല എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ 1-2 പ്രോബ്ലം ചെയ്യും. പിന്നെ നമുക്ക് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള പ്രോബ്ലം ഞാൻ ഏറ്റവും അവസാനമാണ് ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം അതിനകത്തുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് എല്ലാ ഫോർമുലയും പഠിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് ഒരു 1-2 പ്രോബ്ലം കൂടി ചെയ്തു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്ന് പഠിച്ചു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനകത്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നതെന്ന് പഠിച്ചു. പിന്നെ നമ്മളെന്താ അവിടെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, സം ഓഫ് ദ പ്രോബബിലിറ്റി 1 ആണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനകത്തുള്ള എല്ലാ ഫോർമുലയും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം അത് ഈ വീഡിയോക്കകത്ത് ഞാൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന ടോപ്പിക്കിനകത്ത് എന്തൊക്കെ ഫോർമുലയും പ്രോബ്ലവും നമുക്ക് വരും അതെല്ലാം ഞാൻ ഒന്നിച്ചങ്ങ് പറഞ്ഞു തരുവാണ്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നതും ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതും ഒക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അത് എടുത്ത് പറയും കേട്ടോ. ഇത് പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള വർക്കൗട്ട് പ്രോബ്ലം ആണ്, അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ അങ്ങനെ പറയുന്ന പ്രോബ്ലം നിങ്ങൾ പ്രത്യേകം നോക്കണം, കാരണം യൂണിവേഴ്സിറ്റി എക്സാമിന് ആ ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലം ആയാലും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ടോപ്പിക്കിനകത്ത് നിന്ന് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റാൻഡം വേരിയബിളിൻ്റെ ഫുൾ ഫോമിൽ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പം റാൻഡം വേരിയബിൾ അല്ല, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് റാൻഡം വേരിയബിളാണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അല്ലേ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനകത്ത് നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്തുവായിരുന്നു? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ എൻ്റെ PMF എന്ന് പറയും. അതെന്തുവാണ് ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ PMF എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് എപ്പോഴും എണ്ണാൻ പറ്റുന്ന തരത്തിലുള്ള 0, 1, 2 എക്സെട്ര അപ് ടു n. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ എക്സാമ്പിളിലെല്ലാം 0, 1, 2 എക്സെട്ര അപ് ടു 10 എന്നും പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്തതിനായാലും എണ്ണാൻ പറ്റുന്ന തരത്തേ വന്നുള്ളൂ. പക്ഷേ ഇവിടെ 0, 1, 2 എക്സെട്ര അപ് ടു n എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൗണ്ടബിൾ ആവണേന്ന് തോന്നത്തില്ലേ? ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു ചാക്കിൽ അരിന്ന്. ശരിക്കും പറഞ്ഞാൽ അത് കൗണ്ടബിളാണ്, നമുക്ക് എണ്ണാൻ പറ്റുമല്ലേ? നമ്മൾ കുറേ ദിവസം എടുത്ത് എണ്ണുകയാണെങ്കിൽ ഓരോ അരിയായിട്ട് എണ്ണി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അവസാനത്തെ ആളെ വരെ എത്താൻ പറ്റും. പക്ഷേ ശരിക്കും അത് ഇൻഫിനിറ്റ് ആണ്, ഭയങ്കര ഹെർക്കുലിയൻ ടാസ്ക്കാണ്, ഭയങ്കര കഷ്ടമാണ് അങ്ങനെ എണ്ണി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പേഴ്സ് അതിനകത്ത് ഉണ്ട്, ഏതാണ്ട് കൗണ്ടബിളി ഇൻഫിനിറ്റ് എന്നുള്ള അവസ്ഥയാണത്. അപ്പോൾ അതേപോലെ n എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ നമുക്ക് അറിയാമായിരുന്നാലും മതി. ഓരോ ആൾക്കാർ ഇങ്ങനെ എടുക്കാനും പറ്റും, ലാസ്റ്റ് വാല്യൂ അറിയാമായിരുന്നാൽ അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ P(x) = പിന്നെ P1, P2, P3, P4 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നത്. ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇങ്ങനെ ടേബിളായിട്ട് എഴുതണോ നിർബന്ധമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ പ്രോബ്ലത്തിനകത്ത് ടേബിളായിട്ടല്ല f(x) എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന കാര്യമാണ്. എന്നിട്ട് മെയിനായിട്ടൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് സമ്മേഷൻ P(x). അതായത് താഴെയുള്ള പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1. ഇതിൽ ഓരോ പ്രോബബിലിറ്റി എന്ന് പറയുന്നതും പിന്നെ എന്തുവാണ്? 0ക്കും 1നും ഇടയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഇത്രയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇനി ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതെന്ന് ഇതിനകത്ത് ഇനി ബാക്കി എന്തൊക്കെ ഫോർമുല ഉണ്ടെന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇനി പറയാനുള്ളത്, നമ്മളെ
കുഞ്ഞു ക്ലാസ്സിൽ മീനൊക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? മീൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ എക്സിന് കുറേ വാല്യൂ നിന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഓരോ കുട്ടികളുടെ ഹൈറ്റ് തന്നെ എടുക്കുക. 10 കുട്ടികളുണ്ടെന്ന് കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ 10 കുട്ടികളുടെ ഹൈറ്റ്. ഇതിൻ്റെ മീൻ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ എല്ലാവരുടെയും ഹൈറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോഴും മീൻ ഹൈറ്റ് കിട്ടും. ഒരു ആവറേജ് ഹൈറ്റ് എത്രയാണെന്ന് കിട്ടും. അപ്പം മീൻ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ആവറേജ്. മീനിനെയാണ് നമ്മളെന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ എന്നാണ്. മീൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്ന മ്യൂ എന്നാണ്. മറ്റൊരു പേര് ഇതിനെ പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. ആവറേജ് എന്ന് പറയുന്ന ആളെ നമ്മൾ എന്താ പറയുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയും. ഡിനോട്ട് ചെയ്യുന്നത് ഇ ഓഫ് എക്സ്. സ്ക്വയർ ബോക്സിനകത്ത് എക്സ്, ഈ എക്സ് സ്ക്വയർ ബോക്സ് എന്നൊരു ഓപ്പറേറ്ററാണ്. ഇതിനകത്ത് എന്തിട്ടാലും എക്സ് എന്നല്ലാതെ വേറെ എന്ത് സാധനം അവിടെ ഇട്ടാലും ഞാൻ ഈ പറയാൻ പോകുന്ന ഫോമിൽ അവിടെ ഫോമിലേക്കകത്തത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ്, ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് എന്ന് നിങ്ങൾ വായിക്കും. ഈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ? മീൻ ഫൈൻഡ് ചെയ്യേണ്ട ഫോമിലാണത്. അപ്പോൾ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അത് ഇതുപോലൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നിട്ട് അവിടെ മീൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാലുള്ള ഫോമുല സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാതെ കേട്ടോ പഠിപ്പിച്ചേ. ഓക്കെ, പറയട്ടെ. അപ്പോൾ സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്നുള്ളതാണ് മീൻ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല. അടുത്ത് കണ്ടുപിടിക്കേണ്ട ആൾ മീൻ കഴിഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേരിയൻസ് എന്ന് പഠിച്ചിട്ടുള്ള ഓർക്കണുണ്ടോ? വേരിയൻസിന് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ സ്ക്വയർ. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ VAR ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോമിൽ പറഞ്ഞേട്ടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ് ഫോമുല. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. നോക്കി, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്നത് ഒരാളുടെ പേരാണെന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേര് അശ്വിൻ എന്നൊരു പേര് എഴുതുവാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് അശ്വിൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ അശ്വിൻ ഇൻറ്റു പി ഓഫ് എക്സ്. അത് ഈ എക്സ് എന്ന് പറയുന്നിടത്ത് എന്ത് സംഭവം വന്നാലും സമ്മേഷൻ ദാറ്റ് ക്വാണ്ടിറ്റി ഇൻറ്റു പി ഓഫ് എക്സ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഈസിക്കാർ ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം നിങ്ങൾക്ക് ഇനി തേർഡ് മോഡ്യൂളിനകത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോസ് എന്നൊക്കെ വരും. ആ സമയത്ത് നമ്മൾ സമ്മേഷൻ കോസ് ഓഫ് ഒമേഗ ടി ഇൻറ്റു പി ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഇങ്ങനെ എടുത്ത് പറയണേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് വന്നുകൊണ്ട് സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അശ്വിൻ എന്നാണെങ്കിൽ സമ്മേഷൻ അശ്വിൻ ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ എക്സിന് പകരം ഇവിടെ എന്താ ഉള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ള. പിന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ അത് എന്തായിരിക്കും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വന്നാൽ അതിൻ്റെ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. ഈ സിഗ്മ എന്നുള്ള സിമ്പിൾ നമ്മൾ ഇടാൻ കാരണം എന്തെന്നറിയും? നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എപ്പോഴും സമ്മേഷൻ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യും. എന്നാൽ ഈ സമ്മേഷനിൽ തന്നെ എണ്ണാൻ പറ്റാത്ത ഇൻഫിനിറ്റ് ഉള്ള കേസുകളിലാണ് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യണത്. ഓക്കെ, അത് അതിൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ കുട്ടികൾ ഇപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വന്നാൽ ഇവിടെ അശ്വിൻ വന്നപ്പോൾ സമ്മേഷൻ അശ്വിൻ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് വന്ന പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വന്നപ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ ഞാൻ വെറുതെ ചോദിക്കുവാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബ് എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? which is equal to summation x cube into p of x. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് എന്ത് സാധനം വന്നാലും that quantity into p of x എന്നാണ് എക്സ്പെക്റ്റേഷൻ എന്നുള്ളതിൻ്റെ ഫോമുല. നമുക്കൊന്ന് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇതെന്തിനാ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഞാൻ പറഞ്ഞത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും ഫൈൻഡ് ചെയ്ത് മീനും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇ ഓഫ് എക്സും ഫൈൻഡ് ചെയ്താൽ അത് രണ്ടിനെയും കൂടെ മൈനസ് ചെയ്താൽ മതി, നമുക്ക് വേരിയൻസ് കിട്ടും. അപ്പോൾ വേരിയൻസ് പറഞ്ഞുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചേട്ടനെ പറയട്ടെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്ന് പറയുന്ന സിമ്പിളിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം സിഗ്മ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെങ്കിൽ സിഗ്മ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ റൂട്ട് എന്നല്ലേ അർത്ഥം? സിഗ്മ സ്ക്വയർ റൂട്ട് അല്ലേ സിഗ്മ. സോ ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. ഓക്കെ, മറക്കൂലല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് വേരിയൻസ് എന്നാണ് ഫോമുല. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലാതെ നമ്മൾ പുതിയ 2 ഫോമുല ഇപ്പോൾ പഠിച്ചു. മീനും വേരിയൻസും ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാലുള്ള 2 ഫോമുല. അപ്പോൾ ഇനി ഏത് ഉറക്കത്തിലായാലും എൻ്റെ കുഞ്ഞുങ്ങൾ മറക്കരുത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കണ്ടുപിടിക്കാൻ ചോദിക്കണമെങ്കിൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത് പറഞ്ഞോട്ടെ. അപ്പോൾ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി ഇനി നമുക്ക് പറയാനുള്ള കാര്യം ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അല്ലേ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ,
cumulative distribution function. പറയട്ടെ, cumulative distribution function എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോർമുല മാത്രമേ എഴുതുന്നുള്ളൂ. അത് എന്താണെന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാമേ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എ. ഇതെന്താണെന്ന് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ കൂടുതൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് പ്രോബ്ലത്തിനകത്ത് ഇതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോൾ പ്രോബ്ലത്തിൽ പഠിപ്പിച്ചാലും നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ടോപ്പിക്കിനകത്ത് വീണ്ടും കുറച്ച് ഫോർമുലാസ് പറയും. പക്ഷേ അതിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഈ ടോപ്പിക്ക് ഇത്രയാണെന്നുള്ള രീതിയിൽ ഞാൻ പറയുവാണ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോർമുല എഴുതിയേ. ഇനി അടുത്ത് മെയിനായിട്ടുള്ള ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ആ പ്രോപ്പർട്ടീസാണ് അടുത്ത് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, അതേപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് വന്നാൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് എടുക്കാം. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എന്നാണ് സ്പ്ലിറ്റ് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു, അത് ആദ്യം പറയേണ്ട കാര്യമായിരുന്നു കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് തന്നെയാണ്, അത് ഫസ്റ്റ് പറയേണ്ട കാര്യമാണ്, വിട്ടുപോയതാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ബി, അപ്പോൾ ഇതുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബീനെ എ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി, കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന മീൻ കണ്ടുപിടിച്ചാൽ അത് ബി തന്നെയാണ്. ഇങ്ങനെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇത് പ്രോപ്പർട്ടിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ അടുത്ത് ഇതേപോലെ എക്സ്പെക്റ്റേഷനിൽ പറയുന്ന പോലെ തന്നെ വേരിയൻസിനകത്ത് സെയിം പ്രോപ്പർട്ടി പറയുന്നുണ്ട്. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എ എക്സ് എന്ന് പറയുമ്പോൾ ഇത് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് ബി. വേരിയൻസ് ഓഫ് ബി എന്താണ്? 0. കാരണം വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് 0 ആയതുകൊണ്ട്. ഈ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കും. പക്ഷെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ ഇതാ പറഞ്ഞു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നമുക്ക് ഇത്രയും ഫോർമുലയാണുള്ളത്. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ വരുന്ന 2 ഡിസ്ട്രിബ്യൂഷൻസും കൂടെ പഠിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് തീരും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ഒരുപാട് നമുക്ക് ചെയ്ത് ശീലിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ഫോർമുലയും എന്താ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നു. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഈ ഫോർമുലയെല്ലാം വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഓരോ പ്രാവശ്യം വീണ്ടും പറയും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം ഡയറക്റ്റായിട്ട് ഒരു ആപ്ലിക്കേഷൻ ടൈപ്പോ അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഇതിന് ഡയറക്റ്റായിട്ട് എക്സ്പെക്റ്റേഷനും വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ വന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇത്രയും ഫോർമുലയും നമുക്ക് ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം നമുക്ക്. അപ്പോഴേ ഈ ഫോർമുലയിൽ എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞു തരും. അപ്പോഴേക്കും നമുക്കത് ക്ലിയർ ആവും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പ്രോബ്ലത്തിൽ പോകാമേ. ഞാനിവിടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. A random variable capital X has the following probability distribution. X takes the values -2, -1, 0, 1, 2, 3 and P of X എന്ന് പറഞ്ഞാൽ 1/10, K 2/10, 2K 3/10, 3K. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഈ 1/10 എന്നുള്ള സ്ഥാനത്ത് 0.1 എന്നാണ് ചോദിച്ചിരുന്നത്. 2/10 സ്ഥാനത്ത് 0.2, 3/10 സ്ഥാനത്ത് 0.3. ഓക്കെ, ഇവിടെ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഈ പി ഓഫ് എക്സിനകത്തുള്ള കെ ഫൈൻഡ് ചെയ്യണം. ദെൻ പി ഓഫ് എക്സ് ലെസ് ദാൻ 2 ആൻഡ് പി ഓഫ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ്, ഫൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പം ഞാനിത് യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അന്നേരം ചോദിച്ചെടുത്ത് കെ ഫൈൻഡ് ചെയ്യാനും പി ഓഫ് എക്സ് ലെസ് ദാൻ 2, പി ഓഫ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ഉണ്ടായിരുന്നു. ഫൈൻഡ് മീൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേരിയൻസ് ഉണ്ടായിരുന്നില്ല, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തതാണ് അതും കൂടെ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച ഫോർമുല എല്ലാം അതിനകത്ത് അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് പഠിപ്പിച്ചു മീനും വേരിയൻസും പറഞ്ഞു, ഫോർമുല ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം വരുന്ന രീതിയിൽ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ഫോർമുലയും വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെന്തുവാണ്, ഡിസ്ക്രീറ്റ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം എക്സിൻ്റെ വാല്യൂ നമുക്ക് എണ്ണാൻ പറ്റുന്ന തരത്തിലാണുള്ളത്. പിന്നെ എന്താ പറഞ്ഞേ, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ സമ്മേഷൻ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പ്രോബബിലിറ്റിയുടെ സം എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും കെ ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ എൻ്റെ കുട്ടികൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം സമ്മേഷൻ, വി നോ ദാറ്റ്, നമുക്കറിയാം
summation p of x is equal to എന്താണെന്നറിയാം 1 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നിട്ടുണ്ട് 1/10 k 2/10 2k എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത്. നമ്മൾ അവയെ അങ്ങ് എന്ത് ചെയ്യാൻ പോവാണ്, ആഡ് ചെയ്യാൻ പോവാണ്. ഈ തന്നേക്കുന്ന ആൾക്കാരെല്ലാവരും ആഡ് ചെയ്യാൻ പോവാണ്. കാരണം സമ്മേഷൻ p of x is equal to 1 അല്ലേ. ഈ തന്നേക്കുന്നത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ടാണ് സമ്മേഷൻ p of x എന്ന് പറഞ്ഞെടുത്തത്. ഓക്കെ, അപ്പം ഇതിനെ ആഡ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ എഴുതാം, 1/10 പ്ലസ് k പ്ലസ് 2/10 plus 2k plus 3/10 plus 3k is equal to 1. 1/10 plus 2/10 plus 3/10 എന്താ 6/10 അല്ലേ. അപ്പോൾ ഇത് 6/10 plus k plus 2k plus 3k എന്ന് പറഞ്ഞാൽ എന്താ 6k is equal to 1. ഈ 6/10 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 6k is equal to 1 minus 6/10 which is equal to LCM എടുക്കുമ്പം 10 minus 6 എന്ന് പറയുമ്പോൾ that is 4/10 എന്ന് വരും. 6k is equal to 4/10. നമുക്ക് ഈ 6നെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൂടെ. അപ്പോൾ k is equal to 4/10 into 6 എന്ന് വരും. ഈ 6 ഡിനോമിനേറ്ററിലേക്ക് പോകാം. ഇതൊന്ന് ക്യാൻസൽ ആകുമ്പോൾ 4 2 times, ഇത് 3 times അല്ലേ. വേണമെങ്കിൽ 2ഉം 10ഉം കൂടെ പോകുമ്പോഴേക്കും ഇത് 5 ആവും. സോ ഇതിൻ്റെ ആൻസർ k is equal to നമുക്ക് എന്തെന്ന് കിട്ടി, k is equal to 1/5 into 3 15 എന്ന് കിട്ടി. k is equal to 1/15. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി നമുക്ക്. അപ്പോൾ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ k ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് സമ്മേഷൻ p of x is equal to 1 എന്ന് പറഞ്ഞിട്ട് ഈ താഴെയുള്ള പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്ത് അങ്ങനെ kയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബബിലിറ്റി പിന്നെ kയുടെ ടേമിൽ കിടക്കണം. നമുക്ക് ആ PMFനെ ഒന്നുകൂടെ ഒന്ന് ഭംഗിയായിട്ട് എഴുതാം. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊന്ന് എടുത്ത് എഴുതിയാലോ. എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയായിരുന്നു ഇവിടെ, -2 -1 0 1 2 3. p of x എന്ന് പറയുമ്പോൾ നോക്കി കുട്ടികളെ, ഫസ്റ്റ് 1/10 അതുപോലെ തന്നെ എഴുതി ഞാൻ. അടുത്തെന്താ കിടക്കുന്നത്, k എന്ന് പറയുന്നത് 1/15, ദെൻ 0 എന്ന് പറയുന്ന സ്ഥലത്ത് 2/10 എന്നാണ് അവിടെയുള്ള, അത് ഞാൻ അതുപോലെ എഴുതി. അടുത്ത് നോക്കി 2k എന്ന് പറയുമ്പോൾ എന്താണ് 2 into 1/15. സോ ഇതെങ്ങനെ വരും 2/15. ഓക്കെ, അടുത്ത 3k എന്ന് പറഞ്ഞാൽ എന്താ 3 into 1/15. സോ 3/15. അടുത്ത അടുത്തത് 3/10 ആയിരുന്നല്ലേ, 3/10 അതുപോലെ എഴുതി. അടുത്ത 3k എന്ന് പറയുന്ന സ്ഥാനത്താണ് 3/15. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇവിടെ 2/10 നമുക്ക് വേണമെങ്കിൽ 1/5 എന്ന് എഴുതി കൂടെ, 3/15 വേണമെങ്കിൽ 1/5 എന്ന് എഴുതി കൂടെ എഴുതാൻ കേട്ടോ. ഞാൻ അതിനെ അതേപോലെ എഴുതിയെന്ന് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ എഴുതി കാണിച്ചതാണ്. സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ 2/10 1/5 എന്നും 3/15 1/5 എന്നൊക്കെ എഴുതാം. അത് എഴുതിയില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളതുകൊണ്ട് ക്യാൻസൽ ആവേണ്ട അതുപോലെ തന്നെ എഴുതിയതാണ്. അപ്പോൾ ആ PMFനെ ഞാനൊന്ന് എടുത്തെഴുതി വെച്ചു. പിന്നെ ഇത് നോക്കിയിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തത് p of x less than 2 ഫൈൻഡ് ചെയ്യാനാണ്. x എന്ന് പറയുന്നത് 2വിനേക്കാളും ചെറുത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഉണ്ടോ, ഇല്ല. ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ ഇൻക്ലൂഡിങ് 2 എടുക്കണമെന്ന്. ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ എന്ത് മാത്രം എടുത്താൽ മതി, 2ന് മുന്നേ ഉള്ളത് വരെ എടുത്താൽ മതി. 2 എടുക്കണ്ട. ഈക്വൽ ടു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന വാല്യൂം കൂടെ ചേർത്ത് എടുക്കത്തുള്ളൂ. അപ്പോൾ p of x less than 2 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, p of x is equal to -2 plus p of x is equal to -1 plus p of x is equal to 0 plus p of x is equal to 1. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ്, ഇത്രയും ആൾക്കാർ ആഡ് ചെയ്യുന്നതിനേക്കാളും ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ പോരെ. p of x less than 2ൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 1 minus p of x greater than or equal to 2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിന് 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടി ഈസി ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ആഡ് ചെയ്ത് നോക്കിക്കോളൂ. ഇതിൻ്റെ ആൻസർ എത്ര കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കിട്ടുന്ന ആൻസറും ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, 1/10 plus 1/15 plus 2/10 plus 2/15. ഇത്രയും ആൾക്കാർ ആഡ് ചെയ്യണം. അത് 1/10 plus 2/10 എന്ന് പറഞ്ഞാൽ 3/10 ആണ്. പ്ലസ് 1/15 plus 2/15 എന്ന് പറഞ്ഞാൽ 3/15 ആണ് അല്ലേ. അപ്പം 3/15 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ഇവിടെ 5 ആവുന്നുണ്ട്. സോ ദിസ് ഈക്വൽ ടു 10 5 LCM എടുക്കുമ്പം താഴെ എന്ത് വരുന്നുണ്ട്, 50 വരുന്നുണ്ട്. 5 into 3 15 plus 10, അപ്പോൾ 25/15 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ 25/15 എന്ന് പറഞ്ഞാൽ എന്താ 1/2 എന്ന് ആൻസർ വന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർ ആഡ് ചെയ്യുന്നതാണോ ഓർ ഞാൻ ഇനി പറയാൻ പോകുന്നതാണോ എളുപ്പം നോക്കിക്കോളേ. p of x less than 2 എന്നുള്ളതിന് പകരം നമുക്ക് 1 മൈനസ് അതിൻ്റെ കോംപ്ലിമെൻറ്റ്, x ലെസ് ദാൻ 2ൻ്റെ കോംപ്ലിമെൻറ്റ് എന്താ, p of x ഗ്രേറ്റർ ദാൻ എന്ന് വരും. ഇവിടെ ലെസ് ദാൻ്റെ താഴെ ഈക്വൽ ടു സിമ്പിൾ ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് എൻ്റെ കോംപ്ലിമെൻറ്റിനകത്ത് ഈക്വൽ ടു സിമ്പിളും കൂടെ വേണം. p of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് ഇത് എഴുതുമ്പോൾ എങ്ങനെ വരും, ദറ്റ് ഈസ് 1 മൈനസ് ബ്രാക്കറ്റിനകത്ത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കുഞ്ഞുങ്ങളെ, 2ഉം 3യും. p of x is equal to 2 plus p of x is equal to 3 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ബ്രാക്കറ്റ് നോക്കിക്കൊണ്ടേ കുഞ്ഞുങ്ങളെ 3/10
പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3/15. 3/15 എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ 1/5. That is equal to 1 minus ഈ 3/10 plus 1/5 നിങ്ങളിപ്പോൾ 1/2 എന്ന് എടുത്തത്. 3/10 plus 1/5 ആണ്. ഈ സിംപ്ലിഫൈ ചെയ്ത് 1/2 എന്ന് വന്നേക്കുന്നത്. 1 minus 1/2 എന്ന് പറഞ്ഞാൽ 1/2 തന്നെ. നിങ്ങളുടെ ഇഷ്ടം, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് പി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ ആഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ല പി ഓഫ് എക്സ് ലെസ് ദാൻ 2 ഇത്രയും ആഡ് ചെയ്യുന്നതിന് നമുക്ക് സമയമില്ല. അതുകൊണ്ട് പകരം ബാക്കി ഇപ്പുറത്ത് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ 4 പേരുണ്ട്. ഗ്രേറ്റർ ദാൻ 2 എടുക്കുകയാണെങ്കിൽ 2 പേരെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 1 മൈനസ് അത് ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. അല്ല എനിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളത് മതി എന്ന് വിചാരിക്കുന്നവർക്ക് ഈ രീതിയിൽ ചെയ്യാം. 2 രീതി ചെയ്താൽ നമുക്ക് ആൻസർ സെയിമേ കിട്ടത്തുള്ളൂ. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ്, ഒരു നിർബന്ധമില്ല ഞാൻ ഈ ടെസ്റ്റിനകത്ത് ഇതാ കിടക്കുന്നതെന്ന് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റണോ നിങ്ങൾ അതുപോലെ പ്രോബ്ലം ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, പി ഓഫ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. അടുത്തെന്താ കിടക്കുന്നത്? പി ഓഫ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. അപ്പോൾ നമ്മുടെ സൈഡിൽ ഈ പി എം എഫ് ഇല്ലാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോഴേ ആദ്യം നോക്കേണ്ട ലെസ് ദാൻ്റെ അവിടെ ഈക്വൽ ടു സിമ്പൽ ഉണ്ടോ എന്നാ. ഈക്വൽ ടു സിമ്പൽ ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു സിമ്പൽ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് -2 എടുക്കണ്ട. അതുപോലെ എക്സ് ലെസ് ദാൻ 2 എന്നുള്ളിടത്തും ഈക്വൽ ടു സിമ്പൽ എടുക്കണ്ട. അപ്പോൾ 2 എടുക്കണ്ട. ഇത് രണ്ടും എടുക്കണ്ട. ഇതിനിടയ്ക്കുള്ള ആൾക്കാർ ഈ 3 വരെ മാത്രം മതി. അപ്പോൾ ആരൊക്കെ എടുക്കേണ്ടത്? ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1, പിന്നെ എന്താ ഉള്ളത്? 0യും 1ഉം അല്ലേ. പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ 3 വരെ ആഡ് ചെയ്താൽ മതി. പി ഓഫ് എക്സ് ഈക്വൽ ടു -1 നേരെയുള്ള വാല്യൂ എന്താ? 1/15. പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 നേരെയുള്ളത് 2/10. 2/10 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? 1/5 ആണ്. അടുത്ത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അഗെയിൻ 2/15. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നോക്കിയേ, 1/15 പ്ലസ് 2/15 എന്ന് പറഞ്ഞാൽ 3/15 പ്ലസ് 2/10 എന്ന് പറഞ്ഞാൽ ശരിക്കും 1/5 ആണ്. 3/15 എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ 3 1 ടൈംസ് കട്ട് ചെയ്യുമ്പം ഇത് 1 ടൈംസ് 15 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 1/5 പ്ലസ് 1/5 എന്ന് പറയുമ്പം ആൻസർ എന്ത് കിട്ടും കുഞ്ഞുങ്ങളെ? 2/5. അപ്പോൾ പി ഓഫ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞ ആൻസർ എനിക്ക് എന്ത് കിട്ടി? 2/5 എന്ന് ആൻസർ കിട്ടി. കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ചെയ്തു. അപ്പോൾ ഇത്രയും പ്രോബ്ലമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പഠിച്ചത്. ഇതുപോലെയുള്ള പ്രോബബിലിറ്റി വരെ വരുന്ന പ്രോബ്ലം ചെയ്യാനേ പഠിച്ചോളൂ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ പഠിച്ച ഫോമിൽ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അടുത്ത് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളെ ഫൈൻഡ് ചെയ്യാം. ഫൈൻഡ് മീൻ. ഡിസ്ക്രീറ്റിനകത്ത് മീനിൻ്റെ ഫോമുല എന്താ? നമ്മളിന്ന് പഠിച്ചതാണ്. മീനിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പം മീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. മീൻ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. മീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നാണ്. അതിൻ്റെ ഫോമുല സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് നമ്മൾ ഫോമുല എഴുതി. അപ്പോൾ ഈ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതുമ്പോഴേ ഇതാണ് നമ്മുടെ എന്തുവാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സംഭവം ഇവിടെ പി എം എഫ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആൾക്കാരെ നോക്കി എഴുതാൻ പറ്റത്തുള്ളൂ. എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് നേരെയുള്ള ഓരോ വാല്യൂ ഇൻറ്റു അതിൻ്റെ താഴെയുള്ള പ്രോബബിലിറ്റി പി ഓഫ് എക്സ്. അതാണ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ എക്സിന് നേരെയുള്ള വാല്യൂ എന്തുവാ? -2. സോ ദിസ് ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു അതിന് നേരെയുള്ള പി ഓഫ് എക്സ് എന്തുവാണ്? -2 ഇൻറ്റു ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന പ്രോബബിലിറ്റി 1/10 പ്ലസ് രണ്ടാമത്തെ ആളെ നോക്കിക്കേ -1 ഇൻറ്റു 1/15. അപ്പോൾ അതാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. -1 ഇൻറ്റു 1/15 പ്ലസ് അടുത്ത് നോക്കിക്കോളേ. അടുത്ത വാല്യൂ എന്തുവാ? 0 ഇൻറ്റു 2/10. അത് വെറുതെ എഴുതി സമയം കളയണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എഴുതുവാണ്. 0 ഇൻറ്റു 2/10 എന്ന് പറയുന്നത് നമുക്ക് എന്തായി പോവും? 0 ആയി പോവും. പക്ഷേ ആദ്യത്തെ പ്രോബ്ലം ആയിട്ട് ഞാൻ എഴുതുവാണ്. അടുത്തെന്താ കിടക്കുന്നത്? 1 ഇൻറ്റു 2/15. അപ്പോൾ അടുത്ത് എഴുതാൻ പോകുന്നത് +1 ഇൻറ്റു 2/15 പ്ലസ് അടുത്ത് 2 ഇൻറ്റു 3/10 പ്ലസ് 2 ഇൻറ്റു 3/10 പ്ലസ് അടുത്താണെങ്കിൽ നോക്കിയേ 3 ഇൻറ്റു 3/15 3 ഇൻറ്റു 3/15. അപ്പം മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതി നമ്മുടെ എക്സിന് നേരെയുള്ള ഓരോ ആൾക്കാരെയും ഇൻറ്റു അതിന് താഴെയുള്ള പ്രോബബിലിറ്റി. നമുക്കിനി എന്ത് ചെയ്യണം? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. ദിസ് ഇസ് ഈക്വൽ ടു -2/10 എന്ന് പറഞ്ഞാൽ -1/5. അടുത്ത -1/15 മൾട്ടിപ്ലൈ ചെയ്തതാണേ. അടുത്ത ടേം എന്ന് പറയുന്നത് 0 ആയി പോവും. അടുത്ത ടേം എന്ന് പറയുന്നത് 2/15 തന്നെയാണ്. ദെൻ 2 ഇൻറ്റു 3/10 എന്ന് പറയുമ്പോൾ +3/5. അതെങ്ങനെയാണ്? 2ഉം 10ഉം പോകുമ്പോൾ ഇവിടെ താഴെ 5 വരത്തില്ലേ? അടുത്ത 3ഉം 15ഉം പോകുമ്പോഴേക്കും ഇവിടെ എന്ത് വരും? ഇവിടെ 5 വരും. അപ്പോൾ +3/5. ഓക്കെ, നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/5 പ്ലസ് 3/5 6/5 ആണ്. 6/5ഉം -1/5ഉം കൂടെ അത് 5/5 ആണ്. 5/5 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആവുകയാണ്.
അടുത്ത ബാക്കിയുള്ളത് -1/15 പ്ലസ് 2/15 കൂടെ ചേർത്ത് +1/15 എന്നാവുകയാണ്. അപ്പോൾ ഇത് LCM എടുക്കുമ്പോൾ 15 + 1 എന്ന് പറയുമ്പോൾ എന്താണ് 16/15 എന്നാണ് നമുക്ക് മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മീൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ മീൻ ഫൈൻഡ് ചെയ്തു. ഇനി എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിരുന്നത്? വേരിയൻസ് ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. വേരിയൻസ് ആയിരുന്നു അടുത്ത് ചോദിച്ചിരുന്നത്. വേരിയൻസ് നമ്മൾ σ² എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വേരിയൻസിൻ്റെ ഫോർമുല എന്തുവായിരുന്നു? എക്സ്പെക്റ്റേഷൻ ഓഫ് x², വേരിയൻസ് ഓഫ് x is equal to expectation of x² minus expectation of x the whole square. Variance of x is equal to expectation of x² minus expectation of x the whole square എന്നുള്ളതാണ് ഫോർമുല. ഇത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണേ. ഇതിനകത്ത് എനിക്ക് e of x the whole square അറിയാം, 16/15. കണ്ടോ, e of x എന്ന് പറഞ്ഞാൽ 16/15 the whole square. അതിന് ഇനി ഒരാൾ കൂടെ വേണമല്ലോ, e of x² വേണം. അപ്പോൾ അത് ഞാൻ ഫൈൻഡ് ചെയ്യാൻ പോകണം. എക്സ്പെക്റ്റേഷൻ ഓഫ് x², വീണ്ടും ടേബിൾ വേണം. കാരണം ഫോർമുല എന്ന് പറഞ്ഞാൽ സമ്മേഷൻ x² ഇൻറ്റു p of x എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമ്മുടെ ടേബിൾ കയ്യിലില്ലാണ്ട് പറ്റത്തില്ല. ടേബിളിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചു. x² എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആൾ -2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 1/10 പ്ലസ് -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1/15. അടുത്ത 0യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 × 2/10 പ്ലസ് 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 2/15 പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 3/10 പ്ലസ് 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 × 3/15. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4/10 എന്ന് പറഞ്ഞാൽ 2/5, അടുത്ത പ്ലസ് 1/15, അടുത്ത ടേം 0 ആയി പോവാണ്, പ്ലസ് 2/15, അടുത്ത 4 × 3/10 എന്ന് പറഞ്ഞാൽ പ്ലസ് 6/5. അതെങ്ങനെയാണ് വന്നത്? 6/5. 4ഉം 10ഉം പോകുമ്പോഴേക്കും ഇവിടെ 2 വരും, ഇവിടെ 5 വരും. 2 × 3 6, 6/5 പ്ലസ് 9 × 3/15 എന്ന് പറഞ്ഞാൽ 3ഉം 15ഉം കൂടെ പോകുമ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? 5 വരുന്നുണ്ട്. സോ പ്ലസ് അത് പ്ലസ് 9/5. ഇനി ഡിനോമിനേറ്ററിൽ 5 ഉള്ള ടേമെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. 6 + 9 എന്ന് പറഞ്ഞാൽ 15/5, 15 + 2 എന്ന് പറയുമ്പോഴേക്കും എന്താണ്? 17/5. സോ ദിസ് ഈക്വൽ ടു 17/5. ഡിനോമിനേറ്ററിൽ 15 ഉള്ള രണ്ട് പേരാണുള്ളത്. 2 + 1 3/15. 3/15 എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? 3/15 എന്ന് പറയുമ്പോഴേക്ക് തന്നെ അത് 1/5 ആവുന്നുണ്ട്. 1/5. ഇപ്പോൾ രണ്ടുപേരുടെ ഡിനോമിനേറ്റർ 5 ആയി. ഇപ്പോൾ 17 + 1 എന്ന് പറയുമ്പം 18/5 ആൻസറായി. എക്സ്പെക്റ്റേഷൻ ഓഫ് x² is equal to 18/5 എന്നായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണം? വേരിയൻസ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഫോമിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേരിയൻസ് ഓഫ് x is equal to ഫോമിൽ എന്താ എഴുതിയിരിക്കുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x the whole square. ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളെ, എക്സ്പെക്റ്റേഷൻ ഓഫ് x² ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 18/5 മൈനസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ കയ്യിൽ? 16/15. അപ്പോൾ 16/15 the whole square. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 544/225 ആണ്. 16/15 ഞാൻ കാൽക്കുലേറ്ററിൽ സ്ക്വയർ ചെയ്തായിരുന്നു, എന്നിട്ട് 18-5 കൊടുത്തു. അപ്പോൾ കാൽക്കുലേറ്ററിലാണ് ഞാനിത് സിംപ്ലിഫൈ ചെയ്തെടുത്തത്. അതാണ് 554/225 എന്ന് ഒറ്റയടിക്ക് എഴുതുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തെങ്കിൽ നിങ്ങളിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് സമയം കളയേണ്ട. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസർ 16/15 എന്ന് കിട്ടും. ഞാൻ പക്ഷേ ആദ്യം കാൽക്കുലേറ്റർ എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാൻ ഫുൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നത്. പക്ഷേ ഇത്രയും സമയം നിങ്ങൾ ചിലവാക്കണ്ട. നിങ്ങൾ ഇതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ ഇത് മൊത്തത്തിലങ്ങ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഡെസിമൽ ആണെങ്കിൽ ഡെസിമലാക്കി ഇട്ടിരുന്നാൽ മതി, അല്ല ഫ്രാക്ഷനായിട്ട് എഴുതുന്നവർക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാം. എങ്ങനെ എഴുതിയാലും നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടും. അപ്പം ഇന്ന് പഠിപ്പിച്ച എല്ലാ ഫോമുലയായോ? ഇല്ല, മീൻ ആൻഡ് വേരിയൻസ് വരെ ആയുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞ ഫോമുലയ്ക്കകത്ത് ആദ്യം ഞാൻ സമ്മേഷൻ p of x = 1 അപ്ലൈ ചെയ്ത് k ഫൈൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഇതിനകത്ത് നിന്ന് തന്നെ പ്രോബിലിറ്റി ഓഫ്, അത് സാധാരണ ക്വസ്റ്റ്യൻ എന്ത് വേണമെങ്കിലും ചോദിക്കാം. -1 > x < 2 എന്നോ അങ്ങനെയൊക്കെ പ്രോബിലിറ്റി ചോദിച്ചാൽ എങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യനും വന്നു. മീനും വേരിയൻസും ഫൈൻഡ് ചെയ്യാനും പറഞ്ഞു. ഇനി നമുക്കിതിനകത്ത് സപ്പോസ് ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിരുന്നെങ്കിൽ, ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് വേരിയൻസ്. റൂട്ട് ഓഫ് വേരിയൻസ് എന്ന് പറയുമ്പം റൂട്ട് ഓഫ് 554/225. അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം. അത് സിംപ്ലിഫൈ ചെയ്ത് എത്രയാണെന്നുള്ളത് വെച്ചാൽ അങ്ങനെ എഴുതാം. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് അടുത്ത ഫോമുലായിട്ട് പറഞ്ഞത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് അടുത്തിവിടെ ക്വസ്റ്റ്യനിലും ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഞാൻ ഫോമുല എഴുതി തന്നുവെങ്കിലും അതെങ്ങനെയാണ് വരണേന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാമെന്നേ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാവേ. നമ്മുടെ അടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലേ, ഞാൻ അതിനെ ഇവിടെ CDF എന്ന് എഴുതി. അപ്പോൾ CDF എന്ന് എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ ടേബിൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? -2, -1, 0, 1, 2, 3. അത് ഞാൻ എടുത്ത് എഴുതുവാണ്. -2, -1, 0, 1, 2, 3 എടുത്തെഴുതി. അതേപോലെ അതിൻ്റെ താഴെ പ്രോബിലിറ്റി ഓഫ് എക്സ്, P of x എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയ ആൻസർ തന്നെയാണ്. 1/10, 1/15, 2/10, 2/15, 3/10,
then 3/15 എന്ന് ഞാൻ എഴുതി. ഓക്കെ, നമ്മളിതിനൊരു ബോക്സിനകത്താക്കി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരാൾ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞു, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഞാൻ ഫോർമുല പറഞ്ഞത് എന്താണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ് പറഞ്ഞത്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല ഞാൻ എന്താ എഴുതുന്നത്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഓക്കെ, ഞാനതൊരു ടേബിളിനകത്താണ് ആദ്യം വരച്ച് എങ്ങനെ കണ്ടുപിടിക്കുക എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു തന്നിട്ട് പിന്നെ എൻ്റെ ഫോർമുലയും കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞതിൽ ആദ്യത്തെ വാല്യൂ. അപ്പം പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ആണെന്ന് വിചാരിക്കാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് പറഞ്ഞതിൻ്റെ താഴെ വല്ലതും ഉണ്ടോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് -2 ഉണ്ട്. അപ്പോൾ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? പി ഓഫ് -2 മാത്രം മതി. പി ഓഫ് -2 വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 മാത്രം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് പറയുമ്പോൾ എന്താണ്? 1/10. അപ്പോൾ അതാണ് ഇവിടെ ആദ്യം എഴുതേണ്ടത്, 1/10. അതായത് എപ്പോഴും എഫ് ഓഫ് എക്സ് എഴുതുമ്പോൾ ആദ്യത്തെ ആൾ എപ്പോഴും അത് തന്നെ വരും. അടുത്ത് രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്ത് വരും? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്നാവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്നൊക്കെ പറഞ്ഞാൽ എന്താ വരേണ്ടത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. എക്സ് ഈക്വൽ ടു -2 എക്സ് ഇസ് ഈക്വൽ ടു -1. അതായത് ആദ്യത്തെ രണ്ടുപേരെ തമ്മിൽ ആഡ് ചെയ്യണം. 1/10 പ്ലസ് 1/15. 1/10 plus 1/15 which is equal to 15 plus 10 25/150 എന്നാ പറയുന്നത്. നമുക്കതിന് വേണമെങ്കിൽ ഇന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ this is equal to 1/6 എന്നാ പറയുന്നത്. അപ്പോൾ ആ 1/6 ഞാൻ ഇവിടെ എഴുതി. അപ്പം അടുത്ത ഞാൻ പറയട്ടെ, ഈ ആദ്യത്തെ ആൾ അത് തന്നെ എഴുതി. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്താൽ കിട്ടിയത്. മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഇതാ പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. അപ്പോൾ ഈ 3 പേരെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്കിവിടെ വരേണ്ടത്. കറക്റ്റാണോ? ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇവിടുത്തെ അത് കണ്ടുപിടിക്കാം. 3 പേരെയും കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/10 പ്ലസ് 1/15 ആണ് 1/6 കിട്ടിയത്. 1/6 പ്ലസ് 2/10 1/6 പ്ലസ് 2/10 എന്ന് പറഞ്ഞാൽ 1/5 വിച്ച് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ 30 വരും. 5 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 11/30 എന്നാണ് വരുന്നത്. കറക്റ്റാണോ നോക്കാം? 11/30 എന്ന് എനിക്ക് ആൻസർ. ഇനി ഈ ഫോർമുല കൊടുത്തൊന്ന് നോക്കാവോ? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല അനുസരിച്ച് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ 3 പേരുടെയും സം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതിൽ നമ്മളിപ്പോൾ ചെയ്തേ ഇത് രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്തപ്പോൾ 1/6 കിട്ടി. 1/6 പ്ലസ് 2/10 ആണ് ഞാൻ 11/30 കിട്ടിയത്. സോ ഉറപ്പായിട്ടും ഈ രണ്ടുപേരെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് 1/6. നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് കിട്ടി 1/6 ഈ രണ്ടുപേരുടെയും കൂടെ സം 1/6 പ്ലസ് 2/10 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 11/30. അത് തന്നെ ഇവിടെ എഴുതിയത്. അപ്പോൾ ഇനി അടുത്ത് ഇതുപോലെ എഴുതി നോക്കേണ്ട കാര്യമുണ്ടോ കുട്ടികളെ? നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? അടുത്ത ആളെ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഈ 4 പേരെയും കൂടെ ആഡ് ചെയ്യുന്നതാണ് അടുത്ത വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 പേരെയും കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 3 പേരെ ആഡ് ചെയ്തതാണ് 11/30. സോ 11/30 പ്ലസ് 2/15 11/30 പ്ലസ് 2/15 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കൂ. 1/2. അപ്പോൾ അടുത്ത വാല്യൂ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ 4 പേരെ ആഡ് ചെയ്തത് ഇത്രയും പേര് സം ചെയ്യുന്നത്. സോ സം ഓഫ് ദിസ് 4 ആണ് 1/2. 1/2 പ്ലസ് 3/10 1/2 പ്ലസ് 3/10 എന്ന് പറയുമ്പോഴേക്കും അത് 4/5 ആണ്. കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അടുത്ത വാല്യൂ എങ്ങനെയായിരിക്കും വരുന്നത്? ഇത്രയും പേരുടെ സം. അപ്പോൾ ഞാൻ പറഞ്ഞു സമ്മേഷൻ പി ഓഫ് എക്സ് എന്തുവാണ്? 1 ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കേ. ഇപ്പോൾ ഇത് 4/5 പ്ലസ് 3/15 എന്ന് പറഞ്ഞാൽ എന്താ? 4/5 പ്ലസ് 3/15 3/15 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 5/5 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എപ്പോഴും ലാസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദീസ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ അത് എപ്പോഴും എന്തേ വരത്തുള്ളൂ? 1 എന്നേ വരത്തുള്ളൂ. അപ്പോൾ ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാൻ ഫോർമുല യൂസ് ചെയ്യാതെ തന്നെ ഡിസ്ക്രീറ്റിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഫോർമുലയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഫോർമുല യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യത്തെ ടേബിളിൽ ആദ്യത്തെ വാല്യൂ അങ്ങനെ എഴുതുക. അടുത്ത വാല്യൂ എഴുതുമ്പോൾ രണ്ടുപേരെ ആഡ് ചെയ്യുക, ക്യുമുലേറ്റ് ചെയ്യുക. ആഡ് ചെയ്ത് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. രണ്ടുപേരെ ആഡ് ചെയ്ത് അടുത്ത് എഴുതുക. മൂന്നാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ സം ഓഫ് 3 ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ 1/6 പ്ലസ് 2/10 എഴുതിയാൽ മതി. അപ്പോൾ അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ വാല്യൂ പ്ലസ് 2/15 ഇവിടെ എഴുതുക. ഈ 1/2 പ്ലസ് 3/10 ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ സം ഓഫ് ദിസ് 3 ആയിക്കോളും. ദിസ് 4 എലമെൻറ്റ്സ് ആയിക്കോളും. 3 എലമെൻറ്റ്സ് ആയിക്കോളും. അടുത്ത് എല്ലാവരുടെയും സം എന്ന് പറഞ്ഞാൽ 4/5 പ്ലസ് 3/15 ആണ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തീർന്നു വിചാരിക്കരുത്. ഇങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റത്തില്ല. ഇത് എടുത്തെഴുതുന്നതിന് ഒരു രീതിയുണ്ട്. ഇത് എടുത്തെഴുതുന്നതിന് ഇങ്ങനെ വെറുതെ അങ്ങ് എഴുതി പോരാ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നോക്കോളേ,
ഇത് എഴുതേണ്ടത് ഫസ്റ്റ് വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1/10. അപ്പോൾ അതിന് എപ്പോഴും മുതലാണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 വന്നപ്പോഴാണ് അത് കിട്ടിയത്. അപ്പോൾ അതിന് മുന്നേ എക്സ് ലെസ് ദാൻ -2 വന്നാൽ എന്താ സംഭവിക്കുക? എക്സ് ലെസ് ദാൻ -2 ഇവിടെ പ്രോബബിലിറ്റി ഉണ്ടോ? ഇല്ല. -2 മുന്നേ ഇവിടെ ഒന്നുമില്ല. സോ അത് 0. പിന്നെ അടുത്ത് -2 മുതൽ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതായത് -2 ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ -1 എത്തിയുമില്ല. എക്സ് ലെസ് ദാൻ 1, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് തുടങ്ങിയിരിക്കുന്നത് -2 -1 0 1 2 3 ഇങ്ങനെയാണ് നമ്മുടെ ലൈനിനകത്ത് ഈ എലിമെൻറ്റ്സ് ഉള്ളത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് എക്സ് എന്ന് പറയുന്നത് -2 മുന്നേ, എക്സ് ലെസ് ദാൻ -2 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇല്ല, 0. അടുത്ത് ഞാൻ പറഞ്ഞു -2 ഇൻക്ലൂഡഡ് ആണ്, എക്സ് ഈക്വൽ ടു -2 ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 1/10. പക്ഷേ -1 ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അങ്ങനെ -1 എത്തിയിട്ടില്ല, എന്നാൽ -2 വരെ ഇൻക്ലൂഡിങ് -2 വരുമ്പോഴേക്കും അതിൻ്റെ ആൻസറാണ് 1/10. അപ്പോൾ ഇതേപോലെ താഴോട്ട് എല്ലാവരും എഴുതണം. ഈ 1/6 എന്ന് പറഞ്ഞാൽ എന്താ? 1/6 എന്ന് പറഞ്ഞാൽ -1 ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ 0 വന്നിട്ടില്ല, തൊട്ടടുത്ത വാല്യൂ എത്തിയിട്ടുമില്ല. അപ്പോൾ അതെങ്ങനെ എഴുതുക? -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണ് ഇത്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്ത 11/30 എന്ന് പറഞ്ഞാൽ ഈ 0 വരെയുള്ള ആളുടെ സമ്മാണ്. പക്ഷെ അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പാടുള്ളൂ? ഇൻക്ലൂഡിങ് 0, പക്ഷേ 1 എത്തിയിട്ടില്ല. ഇത്രയും പേരുടെ സമ്മ നദിയിൽ വന്നോട്ടും. 11/30 നേരെ എഴുതേണ്ടത് 0 ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാൽ 1 ഇൻക്ലൂഡഡ് ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ ലെസ് ദാൻ 1. അടുത്തത് ഇനി 1/2 എങ്ങനെ എഴുതേണ്ടത്? 1/2 നേരെ എഴുതേണ്ടത് 1 ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ 2 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. അടുത്ത വാല്യൂ എന്തായിരുന്നു? 4/5. 4/5 നേരെ എഴുതേണ്ടത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. ഓക്കെ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 എന്നാണ് അടുത്തത് എഴുതിയത്. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇനി അവസാനത്തെ ആളെന്ന് പറയുന്നത് എന്തായിരുന്നു? 1. ഈ 1 എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? 1 എന്ന് പറയുന്നതിന് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എക്സിൻ്റെ മുകളിൽ എങ്ങോട്ട് എന്ത് വന്നാലും 3 വരെ ഇൻക്ലൂഡിങ് 3, കാരണം നമുക്കിവിടെ 3 വരെയേ ഉള്ളൂ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാരുടെ സം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വേണം ഇത് എഴുതാൻ. അപ്പോൾ ഇതേപോലെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ലാസ്റ്റ് എടുത്ത് എഴുതണം. ഞാൻ എൻ്റെ കുട്ടികളെ ഇങ്ങനെ എഴുതാൻ നിർബന്ധിക്കാറില്ല, പക്ഷേ ആൻസർ കീനകത്ത് ഇതുപോലെ ചിലപ്പോൾ തന്നിട്ടുണ്ടാകും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഞാൻ ഈ ടേബിൾ എഴുതി അങ്ങ് നിർത്തിയാൽ മതി എന്ന് അവരുടെ അടുത്ത് പറയത്തുള്ളൂ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിസ്ക്രീറ്റിനകത്താണെങ്കിൽ സം ചെയ്ത് എഴുതി നിർത്തിയാൽ മതി, ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാന്ന് പറയും. പക്ഷേ ഇങ്ങനെ എഴുതണം എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കീയിലും ഒക്കെ ഇങ്ങനെ എഴുതി കാണിക്കാറുണ്ട്. ഞാൻ ഈ ആൻസർ ഇതിനകത്ത് താഴെ ഇങ്ങനെ വരുമ്പോഴേക്കും ഫുൾ മാർക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. കീയിലുള്ള ആൻസർ ഇതുപോലെയാണ് തന്നേക്കുന്നത്, നിങ്ങൾ ഇതുപോലെ എഴുതിയാലേ മാർക്ക് തരത്തുള്ളൂ എന്ന് കാണും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ വാല്യൂ ഈ ടേബിളിൽ ഇല്ലാത്ത ആളാണ് 0, പക്ഷെ അത് എക്സ് ലെസ് ദാൻ -2 എന്നുള്ള രീതിയിൽ. ഏറ്റവും അവസാനത്തെ വാല്യൂ എഴുതുമ്പം ഇതേപോലെ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ എഴുതാൻ പറ്റുമോ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, പിന്നെ അവിടെ എനിക്ക് എഴുതാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ എങ്ങനെ എഴുതിയാൽ മതി? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് ഒരാൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് അത് കണ്ടിന്യൂസ് എത്തുമ്പോൾ കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാൻ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തന്നില്ല. ഈ ഫോമുല നമുക്കില്ലാതെ പറയാം എങ്ങനെ എഴുതാം. ആദ്യത്തെ ആൾ അതുപോലെ എഴുതുക. അടുത്ത ടേബിളിലെ വാല്യൂ തന്നെ 2 പേരുടെ സമ്മാണ് എഴുതേണ്ടത്. അടുത്ത ഈ 2 പേരുടെ 3 പേരുടെ സമ്മാണ് അടുത്ത് വരേണ്ടത്. 4 പേരുടെ സമ്മാണ് ഈ വാല്യൂ. അപ്പം അത് എഴുതാമെന്ന് പറഞ്ഞാൽ ഈ 1/10 + 1/15 ഇവിടെ എഴുതിയാൽ മതി. 1/6 + 2/10 ആണ് എഴുതിയിരിക്കുന്നത്. 11/30 + 2/15 ആണ് ഇവിടെ കിട്ടുന്നത്. 1/2 + 3/10 ആണ് 4/5 എന്ന് കിട്ടുന്നത്. 4/5 + 3/15 ആണ് 1 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മളിപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഈ ഒരൊറ്റ ക്വസ്റ്റിനെ തന്നെ അവർ സ്പ്ലിറ്റ് ചെയ്ത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ആൻഡ് മീൻ ആൻഡ് വേരിയൻസ് എന്ന് മാത്രം ചോദിക്കാം. അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ആൻഡ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അത്രയും മാത്രമായിരിക്കും 7 മാർക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരൊറ്റ ക്വസ്റ്റിനും ഫോമുലയും മാത്രം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബബിലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറേ സമയം അങ്ങ് വീഡിയോ ലെങ്ത് കൂടിപ്പോകും. നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത് കൂടുതൽ ആയാൽ കുഴപ്പമില്ലെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് ലെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ 30 മിനിറ്റ്സിനുള്ളിൽ വീഡിയോ നിർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത് ഈ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. k/2⁻x ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അത്രയും ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ചോദിച്ചത് കെ ആൻഡ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈസ് ഈവൻ.
the university exam ചോദിച്ചതാ find the value of k, find the probability that x is even, and also find the cumulative distribution function. Cumulative distribution function find ചെയ്യണം and find mean. variance find ചെയ്യണ്ട. ഈ variance എന്ന് പറഞ്ഞ പാർട്ട് ഇല്ല, ബാക്കി എല്ലാം കൂടെ ചേർത്ത് ഒരു പ്രാവശ്യം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് വന്നത്. കാരണം കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് ഞാൻ കെയും ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എന്ന് പറഞ്ഞിട്ട് പി ഓഫ് എക്സ് ലെസ് ദാൻ 2 അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആ പ്രോബ്ലത്തിൽ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കെ ഈക്വൽ ടു എന്താ ഇവിടെ കിട്ടിയത്, കെ ഈക്വൽ ടു 16/31 എന്ന് കിട്ടി. അപ്പം നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിങ്ങൾ PMF ഇതുപോലെ എഴുതി കഴിഞ്ഞു. ഇതിനകത്ത് മീനും വേരിയൻസും നമ്മൾ പിന്നെ ഫൈൻഡ് ചെയ്യണം. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഫൈൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത് 26/31 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ വേരിയൻസ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്തപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടിയത് 58/31 എന്നാണ്. വേരിയൻസിൻ്റെ ആൻസർ കിട്ടുന്നത്, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടിയത് 1.167 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബാക്കി ഇനി ഇതിനകത്ത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് തനിയെ ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ PMF എഴുതിയിട്ട് എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ വാല്യൂ ഇങ്ങനെ 16/31 അങ്ങനെ എഴുതി, അത് രണ്ടാമത്തെ വാല്യൂ 16 + 8/31 എന്നുള്ള രീതിയിൽ എഴുതണം. അതിൻ്റെ അടുത്ത വാല്യൂ എന്താ, 16 + 8 എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂ + 4/31 അടുത്ത് വരേണ്ടത്. ഇവിടെ കിട്ടുന്ന വാല്യൂ + 2/31 അടുത്ത് വരണം. ദെൻ 31 + 31 ആയിരിക്കും ലാസ്റ്റ് വരണം, അത് 1 ആയിരിക്കും. അങ്ങനെ ടേബിൾ എഴുതി നിർത്തിയാൽ തീരില്ല, ക്യാപിറ്റൽ F of X എന്ന് പറഞ്ഞ് എടുത്തെഴുതണം. അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തനിയെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് ഇതിൻ്റെ എന്തായിരുന്നു, പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈസ് ഈവൻ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പം ഏതൊക്കെ കേസ് മാത്രം എടുത്താൽ മതി, എക്സിൻ്റെ വാല്യൂ ഈവൻ ആവുക എന്നുള്ള ഇവിടെ 2 കേസേ ഉള്ളൂ, x = 2ഉം x = 4ഉം. അപ്പം P of X is even എന്ന് പറയുമ്പോൾ P of X is even എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ P of X is equal to 2 + P of X is equal to 4, that is equal to 4/31 plus x is equal to 4 എന്ന് വന്നപ്പോൾ ഇവിടെ എന്താ വന്നത് 1/31 which is equal to 5/31. ഞാൻ ഈ പ്രോബ്ലം ചെയ്യാത്തതിന് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഇത്രയും ചെയ്തതാണ്. പിന്നെ മീൻ ആൻഡ് വേരിയൻസ് ഞാനിപ്പോൾ പറഞ്ഞെന്ന കാര്യം ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇതിൻ്റെ CDF ആണെങ്കിലും ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരുമ്പോഴായാലും എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ 0, 1, 2, 3, 4ഉം P of X എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, P of X എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 16/31, 8/31, 16/31, 8/31, 4/31, 2/31, 1/31. ഇതിൻ്റെ ആൻസർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി തനിയെ ചെയ്തിട്ട്. ക്യാപിറ്റൽ F of X എന്ന് പറയുമ്പം തനിച്ചങ്ങ് ചെയ്താൽ മതി. ആദ്യത്തെ ആൾ 16/31 എന്ന് എഴുതുക. അടുത്ത 16/31 + 8/13 ആണ് അടുത്ത വാല്യൂ എഴുതേണ്ടത്. അപ്പം 16 + 8/31 എന്ന് പറയുമ്പോൾ എത്രയാണ് വരേണ്ടത്, 24/31. ദസ് ഈ 3 പേരുടെ സമ്മാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ 24/31 + 4/31 എടുത്ത് എഴുതിയാൽ മതി അടുത്ത്. അപ്പോൾ 4/31, 24/31 + 4/31 എന്ന് പറയുമ്പോൾ 28/31. അടുത്ത് നോക്കിക്കോളേ, 28/31 + 2/31 എന്ന് പറയുമ്പോഴേക്കും 30/31, 30/31 + 1/31, 31/31 എന്ന് പറഞ്ഞാൽ 1. എപ്പോഴും ലാസ്റ്റ് വാല്യൂ 1 ആയിരിക്കും. ഇത് ക്യാപിറ്റൽ F of X എടുത്ത് എഴുതുമ്പോഴേ, ക്യാപിറ്റൽ F of X എടുത്ത് എഴുതുമ്പോൾ ഓർക്കേണ്ട കാര്യം, ആദ്യത്തെ വാല്യൂ എക്സ് 0യ്ക്ക് മുന്നേ എന്ന് പറയുമ്പം x <0, അതിവിടെ 0. അടുത്ത് എഴുതേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കുക, ഈ വാല്യൂ വേണം പക്ഷെ അടുത്ത വാല്യൂ വേണ്ട. അപ്പം 0 < = x <1 ആവുമ്പം അതിൻ്റെ നേരെ 16/31. അങ്ങനെ അടുത്തത് എന്തായിരിക്കും വരണേ, 1 < = x <2. അവിടെ വരേണ്ടത് 24/31. 1 < = x <2 ആവുമ്പം വരേണ്ടത് 24/31. അടുത്തെന്താ വരേണ്ടത്, 2 < = x <3. അവിടെ വരേണ്ടത് 28/31. അടുത്തതോ 3 < = x <4. അവിടെ വരേണ്ടത് 30/31. ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആ വരേണ്ടത്. അവിടെ എനിക്ക് 4 < = x <1 എഴുതാൻ പറ്റാത്തതുകൊണ്ട് x > = 4 എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെയാണ് ക്യാപിറ്റൽ F of X എഴുതേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം ഫുൾ ഞാൻ ചെയ്തില്ല, ഈ മീനും വേരിയൻസ് മാത്രമേ എനിക്ക് ഞാൻ ചെയ്യാതെ ബാക്കിയുള്ളത്. നിങ്ങൾക്ക് ഹോംവർക്ക് എന്നതാണ്. മീനും വേരിയൻസിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കുക. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വീണ്ടും ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടുതൽ പ്രോബ്ലം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ.